നാട് എവിടെയാണ്? എൻ്റെ നാട് വയനാട്ടിലാണ്. വയനാട്ടിൽ മാനന്തവാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ വന്നത്. പഠിച്ചതും വളർന്നതൊക്കെ അവിടെയായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസ ശേഷം ആ സമയത്ത് അവിടെ കോളേജുകൾ ഉണ്ടായിരുന്നില്ല. അപ്പം +2 പഠിക്കാൻ വേണ്ടി ആ സമയത്ത് പ്രീ ഡിഗ്രി ആയിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ കോഴിക്കോട് ദേവഗിരിയിലാണ് ഞാൻ പഠിച്ചത് പ്രീ ഡിഗ്രി. അത് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി ഞാൻ ഫിസിക്സ് ആയിരുന്നു. അപ്പോഴും ആ സിനിമയിൽ കയറണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഫോട്ടോഗ്രാഫി ആയിരുന്നു എനിക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു സംഭവം. പിന്നെ അങ്ങനെ സിനിമോട്ടോഗ്രാഫർ ആവാൻ ഫിസിക്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ എളുപ്പമാണെന്നുള്ള ആ ഒരു ഇതിലാണ് നമ്മൾ ഫിസിക്സ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അനിമേഷൻ ഒരു ഫീൽഡിനെ കുറിച്ച് കേൾക്കുന്നതും പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി കേൾക്കുന്നതും. അങ്ങനെയാണ് ഞാൻ അവിടേക്ക് അപ്ലൈ ചെയ്യുന്നു, അവിടെ കിട്ടുന്നു. അങ്ങനെ നമ്മളെ ലൈഫ് ആ ലൈനിലേക്ക് പോവുകയാണ്. പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മാനന്തവാടി എന്ന് പറയുന്ന വയനാട്ടിലെ ഒരു ഉൾനാടൻ പ്രദേശത്തു നിന്നാണ് ഇന്ന് ഹൈദരാബാദിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരാളുണ്ടായത്. അപ്പോൾ എവിടെ ജനിച്ചു എവിടെ പഠിച്ചു എന്നുള്ളതൊന്നും വിഷയമല്ല, ഒരു ലക്ഷ്യം ഉണ്ടാവുക എന്നുള്ളതാണ്. Stop! He's the black sheep. No. உன்னை உருவாக்கணும் நான் தான். என்னால் உன்னை அழிக்க முடியும்னு சொன்னியே. இப்போ என் கையாலே சாவ போற பாரு. என்ன பார்க்குற? இது நானே செஞ்ச கை துப்பாக்கி, ഹാൻഡ്മേഡ്. நல்லா இருக்கா? യന്ത്രൻ എന്ന് പറഞ്ഞ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഓൾമോസ്റ്റ് സ്റ്റോറി ആയതിനു ശേഷം 90% ഓഫ് ദ സിനിമ ഞങ്ങൾ ആദ്യം അനിമേറ്റ് ചെയ്തു. അതായത് എക്സാക്ട്ലി അക്കോർഡിംഗ് ടു സ്ക്രിപ്റ്റ് അനുസരിച്ച് ഷോർട്ട് ഡിവിഷൻ ചെയ്ത് ഡയലോഗ് റെക്കോർഡ് ചെയ്ത് സീൻ മുഴുവൻ അനിമേറ്റ് ചെയ്തിട്ട് ലെങ്ത്ത് ഡിസൈഡ് ചെയ്തതിന് ശേഷമാണ് എങ്ങനെ ഇത് ഷൂട്ട് ചെയ്യണം. ഗ്രാഫിക്സ് വളരെ അധികം ടെക്നീഷ്യൻസ് ഇൻവോൾവ് ആണ്. അനിമോട്രോണിക്സ് ഉണ്ട്, സ്പെഷ്യൽ എഫക്ട്സ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്. ഇങ്ങനെ വളരെയധികം ടെക്നീഷ്യൻസും വിദേശത്തു നിന്ന് ആൾക്കാർ വരാറുണ്ട്. സോ ഇറ്റ് ബിക്കം വെരി എക്സ്പെൻസീവ്. അപ്പോൾ ആദ്യം ഇത് ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ബജറ്റ് ചെയ്യാൻ പറ്റും, എത്രമാത്രം നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള പറ്റും. അപ്പോൾ ഇഫ് ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് നമ്മൾ വേറൊരു ഓപ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതിനുവേണ്ടി ആദ്യമേ നമ്മൾ സിനിമ മുഴുവൻ അനിമേറ്റ് ചെയ്തു. അതിന് പ്രീവിയസ് എന്നാണ് പറയുക. ഇപ്പം ഇതൊരു സാമ്പിളാണ്, അതിലൊരു ആക്ഷൻ സീക്വൻസ് ഉള്ള. ഹീറോനെ പോലെ ഉണ്ടാവില്ല. വി ആർ ജസ്റ്റ് ഡമ്മി ഒബ്ജക്ട്സ് വിൽ ബി കെപ്റ്റ്. ഹീറോയിനെയും കൊണ്ട് പിന്നെ രക്ഷപ്പെടുമ്പോൾ ദ പോലീസ് ആർ സ്റ്റോപ്പിംഗ് ഹിം. അങ്ങനെ ഒരു സീക്വൻസ് ഉണ്ട്. അതിൻ്റെ പ്രീവിയസ് ആണിത്. കാറിൽ വരുന്നു, അവർ സ്റ്റോപ്പ് ആവുന്നു, കാർ ഉപയോഗിച്ചിട്ട് അവർ ഇത് ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ പുറകിൽ നിന്ന് ആൾ വരുന്ന ഷൂട്ട് ചെയ്യുന്ന അവൻ തല കംപ്ലീറ്റ് 180 ഡിഗ്രി തിരിയാൻ പറ്റും. അപ്പോൾ ഓരോ ഷോട്ട് കാണുമ്പോഴും ആ ടെക്നീഷ്യൻസ് അറിയും, ഇങ്ങനെ ഇത് ഗൺ ഇങ്ങനെ പോകണം, ഒരു ഷോട്ട് ഉണ്ട്. അപ്പോൾ ഷൂട്ട് ചെയ്യുമ്പം ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ ടു മേക്ക് ദ ഗൺ ട്രാവൽ. അപ്പോൾ ഇയാളെ മാത്രം ഷൂട്ട് ചെയ്യുക. അപ്പോൾ CG ആൾക്കാർക്ക് അറിയാം എത്ര ദൂരം ഇത് പോകണം, ടൈമിംഗ് അറിയാം. അപ്പോൾ ഷൂട്ടിംഗ് ബിക്കം വെരി ഫോക്കസ്ഡ്. ഓൺലി ദിസ് ഷോട്ട് ലൈക്ക് ദിസ് ആംഗിൾ ഓൺലി ദെൽ ബി ഷൂട്ട്. ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് രജനീകാന്ത് വെറുതെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാവുള്ളൂ. യെസ്. അയാൾ പിടിച്ച ഒരു ഗണ്ണ് മാത്രമേ അയാളെ കയ്യിലുള്ളൂ. ബാക്കിയെല്ലാം കമ്പ്യൂട്ടർ ജനറേറ്റഡ്. അത് ഏത് ഗണ്ണ് എങ്ങനെ പിടിക്കണം എന്നുള്ളത് ഇതിൽ ആദ്യം ഡിസൈഡ് ചെയ്തു. ഒരു ആക്ഷൻ നമ്മൾ അനിമേറ്റ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് അപ്പം തന്നെ ഡിസൈഡ് ചെയ്തു ദിസ് ഇസ് ദ ആക്ഷൻ. അതനുസരിച്ചാണ് എല്ലാവരും പിന്നെ അത് ഫോളോ ചെയ്യുന്നത്. യന്ത്രൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നതിന് മുൻപ് മറ്റൊരു കൊച്ചു യന്ത്രൻ നിങ്ങൾ ഉണ്ടാക്കി ചെയ്തു. ஹால் டிக்கெட் ஐடி எல்லாம் இருக்கு.
ഫാമിലി പിന്നെ എൻ്റെ പാരൻസ് ടീച്ചേഴ്സാണ്, അവിടെ മാനന്തവാടി തന്നെ സ്കൂളിൽ ടീച്ചേഴ്സായിരുന്നു. പിന്നെ അത് കഴിഞ്ഞു ഇപ്പം മാരീഡാണ്, എനിക്ക് 2 മക്കളുണ്ട്. എല്ലാവരും ഞങ്ങൾ ഹൈദരാബാദിൽ തന്നെ ഇപ്പം സെറ്റിൽഡാണ്. വൈഫ് മലയാളിയാണോ? വൈഫ് മലയാളിയാണ്. ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ടീച്ചറായിരുന്നു. പിന്നെ ഫാമിലി ഇതുള്ളതുകൊണ്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നില്ല. കുട്ടികൾ എന്ത് കുട്ടികളാണ്? കുട്ടികൾ 2 പെൺകുട്ടികളാണ്. 2 പേരും ഇപ്പോൾ സ്കൂളിൽ 4ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്നു. പക്ഷെ അവരും ഇവിടെ ഹൈദരാബാദ് തന്നെയാണ്. മലയാളമൊക്കെ പറയില്ലേ? മലയാളം സംസാരിക്കും. മലയാളം സംസാരിക്കലും വായനയും നമ്മൾ ഒരിക്കലും വിട്ടുകളയാത്തൊരു കാര്യമാണ്. അപ്പോൾ ഏതായാലും ഭാഗ്യങ്ങൾ തുടരട്ടെ, വലിയ വലിയ ഭാഗ്യങ്ങൾ ഉണ്ടാവട്ടെ. മലയാളികൾക്ക് മൊത്തം അഭിമാനിക്കാവുന്ന ഒരു പൊസിഷനിലാണ് ഇപ്പോൾ തന്നെ ഉള്ളത്. ലോകം മുഴുവൻ അറിയുന്ന, ലോകം മുഴുവൻ ഹോളിവുഡ് സിനിമകൾ പോലെയുള്ള വലിയ 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 മേഖലകളിലേക്ക് താങ്കൾ ഉയരട്ടെ. എല്ലാ ആശംസകളും. സനദിൻ്റെ പ്രവർത്തന വിജയങ്ങൾ മലയാള സിനിമാ പ്രവർത്തകരുടെ അഭിമാനത്തിന് മേൽ നിറയുന്ന പൊൻതൂവലുകളാണ്. Sanath was working in Chennai and Funny was working in Bangalore, and I was working in Delhi. So all of us really had some instinct in us, basically like some inspiration to come join hands together. So we all joined in Hyderabad because a lot of film activities was happening, and we all like simultaneously, I mean, we came here and we discussed something we can work together. That's how we started like working on Firefly. So initially we had a lot of trouble. I mean, all of us are like outsiders. We came here and we want to open bank accounts for simple. There was a lot of trouble. So step by step, I mean, we overcame all those things, and and we were just like 3 or 4 members in the beginning. Slowly we started like working towards it, like project by project, and so a lot of hard work has gone into that.